ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചൂടിൻ്റെ കാഠിന്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി തന്ന ഒരു ദിനമായിരുന്നു ഇന്ന് കടന്നുപോയത്. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതം ഒരു സെക്കൻഡ് കൊണ്ട് മാറി മറിയുന്നെന്ന് മനസ്സിലാക്കി തന്ന ഒരു ദിനം കൂടിയായിരുന്നു ഇന്ന്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വഴിയെ സംസാരിക്കാം അല്ലേ? അപ്പോൾ നമുക്കിനി കാര്യത്തിലോട്ട് വരാം. ദേ അങ്ങോട്ട് നോക്കിയാൽ വലതുവശത്ത് മുകളിൽ കാണുന്ന ഹോട്ടലിൻ്റെ ബോർഡ് കണ്ടോ? നിങ്ങൾ ഈ ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് തുറന്നാലും ആ ഹോട്ടലിലെ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ. അതിൽ ക്യൂ നിന്ന് അരമണിക്കൂർ ക്യൂ നിന്നിട്ടൊക്കെയാണ് അവർ മന്തി കഴിക്കുന്നത്. മന്തിയുടെ ഹോട്ടലാണത്. മന്തിക്ക് ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഹോട്ടലാണ്. അവിടെ എത്രത്തോളം ടേസ്റ്റ് ഉണ്ടോ എന്തോന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ റീൽസും ഷോർട്സും ഒക്കെ അതിൻ്റെ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഫേസ്ബുക്ക് തുറന്നാലും ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാലും അതിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. ഈ അടുത്ത വശത്ത് നമ്മുടെ ദിലീപേട്ടൻ്റെ പുട്ട് ഷോപ്പ് ഉണ്ട്. അവിടെ ഒന്നും ഇല്ലാത്ത തിരക്കാണ് അപ്പുറത്ത്. എന്തോ എല്ലാവരും ഇപ്പോൾ അവിടെ മാത്രമേ വരുന്നുള്ളൂ എന്ന് തോന്നുന്നു. ആ ഹോട്ടലിൻ്റെ ലൊക്കേഷൻ വരുന്നത് എടപ്പള്ളി സിഗ്നൽ എത്തുന്നതിൻ്റെ മുമ്പായിട്ട് ടോൾ ജംഗ്ഷനിലോട്ട് ഒരു സർവീസ് റോഡിന് ടോൾ ജംഗ്ഷനിലോട്ട് റോഡ് പോകുന്നുണ്ട്. ആ റോഡിന് കയറി കഴിഞ്ഞാലാണ് ആ ഹോട്ടൽ ഇപ്പോൾ വരുന്നത്. അവിടെ ഒരു 3-4 ഹോട്ടലുണ്ട്. അവിടെ രാവിലെയും വൈകിട്ടും നല്ല തിരക്കാണ് ഇപ്പോൾ ആ റോഡിൽ. ആ ഹോട്ടലിൽ മാത്രമല്ല കേട്ടോ, ആ റോഡിൽ ഇപ്പോൾ നല്ല ബ്ലോക്കാണ്. അവിടെ ഇപ്പോൾ ഈ ഹോട്ടലും കൂടി വന്നപ്പോൾ, അല്ലെങ്കിൽ ആ റോഡിന് ഭയങ്കര തിരക്കായിരുന്നു. അതായത് എടപ്പള്ളിയിൽ നിന്ന് വരുമ്പോൾ സർവീസ് റോഡിന് റൈറ്റ് സൈഡിൽ സർവീസ് റോഡിന് കയറി കഴിഞ്ഞാൽ ടോൾ ജംഗ്ഷൻ പോകുന്നൊരു ഷോർട്ട് കട്ട് റോഡാണത്. ആ റോഡിൽ ആദ്യ തിരക്കുണ്ടായിരുന്നു. 2-3 ഹോട്ടലുണ്ട് അവിടെ. ഇപ്പോൾ അത് പോരാഞ്ഞിട്ട് ഇപ്പോൾ പുതിയൊരു ഹോട്ടലും കൂടി വന്നപ്പോൾ ഒന്നും കൂടെ തിരക്കായി. അത് കാരണം ഇപ്പോൾ അവിടെ ആ റോഡിന് വൈകുന്നേരം കയറി കഴിഞ്ഞാൽ 5-10 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യാതെ അതിന് പോകാൻ പറ്റത്തില്ല. അത്രയും ബ്ലോക്കാണ് ഇപ്പോൾ അവിടെ. ഈ പാലം നിങ്ങൾക്ക് എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ച നമ്മുടെ പാലാരിവട്ടം പാലമാണിത്. ഒരുപാട് പ്രാവശ്യം 1-2 പ്രാവശ്യം ഇത് പൊളിച്ച് പണിയൊക്കെ ചെയ്തില്ലേ, ആ പാലമാണിത്. പാലാരിവട്ടം ബ്രിഡ്ജാണ്. അങ്ങനെ ഈ പാലം കയറി ഇറങ്ങി മുന്നോട്ട് പോകുമ്പോഴാണ് മനസ്സിന് ഒരുപാട് വിഷമമുണ്ടാക്കിയ കാഴ്ച കണ്ടത്. 2 ദിവസം മുന്നേ 2 പേരുടെ മരണത്തിനിടയാക്കിയ ബൈക്കാണ് ഇതായി കിടക്കുന്നത്. ഇവരുടെ മരണകാരണമായ ലെഫ്റ്റ് സൈഡിൽ ഇതേ ഈ ബസ് കണ്ടോ? ഈ ബസ് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചതാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ KSRTC കണ്ടോ? ആ ബസ് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചതാണ്. അതിൻ്റെ തൊട്ട് ബാക്കിൽ വന്നിട്ട് ഇവർ 2 പേര് സഞ്ചരിച്ചിരുന്ന ബൈക്ക് അതിൻ്റെ തൊട്ട് ബാക്കിൽ വന്നിടിച്ച്. അത് കാണാതെ അതിലും സ്പീഡിലോ എന്തോ വന്നിരുന്നു. മഴ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ബ്രേക്ക് ചവിട്ടി കിട്ടിയില്ലെന്നൊക്കെയാണ് ന്യൂസിൽ പറഞ്ഞത്. നിങ്ങൾക്കിപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണാൻ ഒരു KSRTC വോൾവോ, ഈ കാണുന്ന ബസ് അതിൻ്റെ ബാക്കിൽ വന്നിടിച്ച്. അങ്ങനെ 2 ബസ്സിൻ്റെയും ഇടയിൽ പെട്ടിട്ട് 2 സുഹൃത്തുക്കൾ തലക്ഷണം അവിടെ വെച്ചിട്ട് തന്നെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. 2 ദിവസം മുന്നേ ഉണ്ടായ സംഭവമാണ്. എല്ലാ ന്യൂസിലും ഇതിലൊക്കെ ഉണ്ടായിരുന്നു. അത് മനസ്സിന് വിഷമം തോന്നുന്ന കാഴ്ചയും കണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് കണ്ണിന് കുളിർമയേകുന്ന ഈ ഒരു കാഴ്ച കണ്ടത്. നമ്മുടെ ഫോറം മാൾ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ എറണാകുളത്ത് ഓപ്പൺ ചെയ്തതാണ്. വൈറ്റ്ല ബ്രിഡ്ജിനും മരട് ബ്രിഡ്ജിനും ഇടക്കായിട്ടാണ് ഈ ഫോറം മാൾ വരുന്നത്. നമ്മൾ ലുലുവിൻ്റെ അത്ര തിരക്കൊന്നുമില്ല എങ്കിലും അത്യാവശ്യം ആളുകളൊക്കെ വൈകുന്നേരത്തോടെ വരുന്നുണ്ട്. ലുലുവിൻ്റെ അത്ര ഫേമസ് ആയിട്ടൊന്നുമില്ല, പക്ഷേ ഫോറം മാൾ ഓൾറെഡി ഫേമസ് ആണ്. അപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മരട് ബ്രിഡ്ജിൻ്റെ സൈഡിൽ കാണുന്ന ഈ ഫ്ലാറ്റിലാണ് നമ്മുടെ ലാലേട്ടനൊക്കെ താമസിക്കുന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ക്രൗൺ പ്ലാസ ഉള്ളത്. എല്ലാ സിനിമയുടെയും പരിപാടിയും ഫംഗ്ഷനൊക്കെ നടക്കുന്ന ഒരു വലിയ ഹോട്ടലാണിത്. നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാവുന്നത്. അങ്ങനെ ഇത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് അടുത്തൊരു വിഷമഘട്ടമായൊരു കാര്യം കാണുന്നത്. ആ റൈറ്റ് സൈഡിൽ നിങ്ങൾ കണ്ടോ ബിൽഡിങ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ആ ബിൽഡിങ്ങിൻ്റെ ഓണർ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അവർ ആത്മഹത്യ ചെയ്തു. എന്തോ ഗവൺമെൻറ് എന്തോ അതിൻ്റെ പേപ്പർ ക്ലിയർ ആക്കാതെ അങ്ങനെ എന്തോ ആണ് പ്രശ്നം. എല്ലാ പണിയും കഴിഞ്ഞ് ആ പുള്ളിക്ക് അതെന്തോ പേപ്പർ ക്ലിയർ ആയി കൊടുത്തില്ല. കാരണം കടം കയറിയോ എന്തോ വിഷമം കൊണ്ട് ആ പുള്ളി ആത്മഹത്യ ചെയ്തു പോയി. ഇത്രയൊക്കെ വർഷം കഴിഞ്ഞിട്ടും ആ ബിൽഡിംഗ് ഇപ്പോഴും അതേപോലെ തന്നെ അവിടെ തല ഉയർത്തി നിൽക്കുന്നുണ്ട്. അന്ന് ആ പേപ്പറിൻ്റെ പ്രശ്നം എന്തോന്ന് അറിഞ്ഞുകൂടാ. അത് ക്ലിയർ ആയി കൊടുത്തിരുന്നെങ്കിൽ ആ പുള്ളി ഇന്ന് ജീവനോടെ ഉണ്ടാവുമായിരുന്നു. ആ ബിൽഡിങ്ങിൻ്റെ ഫുൾ വീഡിയോ ഒരിക്കൽ ഞാൻ നിങ്ങളേക്ക് എത്തിക്കുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് ലോഡ് കയറ്റാനുള്ള ഫസ്റ്റ് ഗോഡൗണിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് ടൈൽസ് ആണ് ലോഡ്. അപ്പോൾ ഇവിടുന്ന് ആദ്യം കയറ്റാനുണ്ട്. മൊത്തം നമുക്കിന്ന് 3-4 ഷോപ്പിൽ നിന്നും ലോഡ് കയറ്റാനുണ്ട്. അത് കയറ്റി നേരെ ഏറ്റുമാനൂരിലോട്ടാണ് പോകാനുള്ളത്. ഏറ്റുമാനൂർ പോകാനുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 10-12 ഇതുപോലെ ബോക്സ് കയറ്റാനുണ്ട്. അത് കഴിഞ്ഞിട്ട് 2-3 ഷോപ്പും കൂടിയുണ്ട്. ഇവിടുന്ന് ഒരു 8-10 ബോക്സ് കയറ്റി കഴിഞ്ഞ് ഇവരുടെ തന്നെ തൊട്ടപ്പുറത്ത് വേറെ ഗോഡൗൺ ഉണ്ട്. അവിടെ പോയിട്ട് അതുപോലെ 8-10 ബോക്സ് കയറ്റാനുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ഗോഡൗണിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് കയറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബായി എന്നോട് പറഞ്ഞ് ബാക്കിൽ ഇരുന്നോളാന്ന് പറഞ്ഞ് ഞാൻ ബായിനും ബാക്കിൽ എടുത്തിട്ട് അവരുടെ തൊട്ടപ്പുറത്തെ ഗോഡൗണിലോട്ട് വന്നേക്കാണ്. ഇനി ഇവിടുന്ന് നമുക്കൊരു 8-10 പാക്ക് കയറ്റാനുണ്ട്. ഇവിടുന്ന് കയറ്റാൻ വേണ്ടി നമ്മൾ വണ്ടി നേരെ നിർത്തി കൊടുത്തിട്ടുണ്ട്. ഡോറെല്ലാം ഓപ്പൺ ചെയ്ത് അടുത്ത ലോഡ് ഇതിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ ബായി തന്നെയാണ്, അപ്പുറത്തും കയറ്റിയ ബായി തന്നെയാണ് ഇവിടെ വന്നിട്ടും കയറ്റുന്നത്. അപ്പോൾ ബായിയുടെ ലോഡ് കയറ്റുന്നത് നോക്കിക്കൊണ്ട് നമ്മളിങ്ങനെ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇതിങ്ങനെ കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എറണാകുളത്ത് നല്ല കേരളത്തിൻ്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ ബായിമാരില്ലാത്തൊരു ഷോപ്പ് ഉണ്ടാവുമോ? എല്ലാ ഷോപ്പിലും ഇപ്പോൾ ബായിമാരുണ്ടാവും. എന്ത് ജോലിക്കാണെങ്കിലും ബായിമാർ റെഡിയാണ് ഇപ്പോൾ. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ലോഡും കയറ്റിയത് അടുത്ത ഗോഡൗണിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് എത്ര ബോക്സ് കയറ്റാണ്ട് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ആദ്യം ഓഫീസിലോട്ട് പോകണം. ഓഫീസിൽ പോയിട്ട് ബില്ല് അവരോട് പറയണം. ഇന്ന ഷോപ്പിലേക്കുള്ള സാധനമാണെന്ന് പറയണം. അപ്പോൾ ആ ഓഫീസിലോട്ടാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓഫീസ് അപ്പുറത്തെ ഭാഗത്താണ്. ഞാനിതിൻ്റെ ബാക്ക് വശത്താണ് വന്ന് കയറിയേക്കുന്നത്.
അങ്ങനെ ഇത് ഓഫീസിൻ്റെ ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇവിടുന്ന് ബില്ലടിച്ച് തരും. കമ്പനിയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബില്ലടിച്ച് തരും. അങ്ങനെ കൊണ്ടു കൊടുത്താലേ ഭായിമാർ കയറ്റി തരത്തുള്ളൂ. അങ്ങനെ ഓഫീസിന് കടന്ന് വെയിറ്റിംഗ് ആണ്. അവിടെ തിരക്കായിരുന്നു. അപ്പോൾ കൗണ്ടറിൽ തിരക്കായ കാരണം അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവർ ബില്ലടിച്ച് തന്നു. ബില്ലുമായിട്ട് ബാക്ക് വശത്തോട്ട് പോയി. ബാക്ക് വശത്തോട്ട് പോയിട്ട് അവിടുന്ന് ഭായിമാർ ഇത് ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടുന്ന് ഒരു 5 ഇത് നേരത്തെ ഫസ്റ്റ് കയറ്റിയ പോലെ തന്നെ ഒരു 5-8 ബോക്സ് ഇതുപോലെ കയറ്റി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് പോകണം. നമുക്ക് ഇനിയും അടുത്ത് നെട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടി ലോഡ് കയറ്റാനുണ്ട്. നെട്ടൂരുള്ള ഗോഡൗൺ എനിക്ക് പിന്നെ പരിചയമുള്ളതാണ്. ഞാൻ ഇതിന് മുമ്പ് അവിടെ ഒരു ട്രിപ്പ് എടുക്കാൻ പോയിട്ടുണ്ട്. ഈ ഗോഡൗണും ഇതിന് മുമ്പ് ലോഡ് കയറ്റി 2 ഗോഡൗണും എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് വരികയാണ്. അങ്ങനെ നമ്മൾ ലോഡെല്ലാം കയറ്റി ബില്ലെല്ലാം അടിച്ച് ക്ലിയർ ആക്കി ഇനി നമ്മൾ നെട്ടൂരോട്ട് പോവാണ്. ഇനി അവിടെ നിന്നാണ് ലാസ്റ്റ് കയറ്റുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ ഏറ്റുമാനൂരാണ്. ഏറ്റുമാനൂർ പോയിട്ട് അൺലോഡ് ചെയ്യുക, തിരിച്ച് വീട്ടിലോട്ട് പോവുക. അതാണ് ഇന്നത്തെ ഡ്യൂട്ടി. ഇനി അടുത്ത ഗോഡൗണിൽ നിന്ന് എത്രണ്ണം കയറ്റാണ്ടോന്നൊന്നും നമുക്കറിയില്ല. ഇതെല്ലാം ഏറ്റുമാനൂരിൽ നിന്ന് അവിടുന്ന് ഓഫീസിൽ നിന്ന് അവർ വിളിച്ച് പറഞ്ഞ് ഓർഡർ ചെയ്തേക്കുന്നതാണ്. നമ്മളവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെ കമ്പനിയുടെ പേര് പറഞ്ഞാൽ അവർ നമുക്ക് ബില്ലടിച്ച് കയറ്റി തരും. അല്ലാതെ നമുക്ക് എത്ര ഉണ്ടോ ഏതാണെന്നൊന്നും അറിയില്ല. അങ്ങനെ നമ്മൾ നെട്ടൂർ എത്തിയിട്ടുണ്ട്. നെട്ടൂർ ഗോഡൗണിൻ്റെ അങ്ങോട്ട് തൊട്ടടുത്ത് എത്താറായിട്ടുണ്ട്. ഇപ്പോൾ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് നമുക്ക് ലോഡ് കയറ്റണം, അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കണം. ഒന്നും കഴിച്ചില്ല. രാവിലെ ഇറങ്ങുമ്പോഴൊന്നും കഴിക്കാതെ പെട്ടെന്ന് ഇറങ്ങിയതാണ്. നല്ല ചൂടുണ്ട്. പൊരി വെയിലത്ത് AC ഇടാൻ പറ്റത്തില്ല. തൊണ്ടവേദന, ചെറിയൊരു തൊണ്ടവേദന ഉണ്ടായിരുന്നു. അത് കാരണം AC ഇടാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ആകെ ചുട്ട് പൊള്ളിയിട്ട് വേർത്ത് കുളിച്ചിട്ടാണ് ഇപ്പോൾ ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ലോറിയും ദോസ്തും നിൽക്കുന്ന ഭാഗത്താണ് നമുക്ക് വണ്ടി നിർത്തേണ്ടത്. അവിടെ വണ്ടി ഉണ്ടാവുകൊണ്ട് നമുക്ക് അവിടെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ വണ്ടി സൈഡിൽ ഒതുക്കി ഓഫീസിൻ്റെ അകത്ത് വന്ന് നോക്കുമ്പോഴാണ് അറിയാൻ പറ്റിയത്. ഇവിടെ അവർ വിളിച്ച് പറഞ്ഞിട്ടുമില്ല, ഓർഡർ ചെയ്തിട്ടുമില്ല. അങ്ങനെ ഒരു 10 മിനിറ്റോളം ഞാൻ നിന്ന് ഇവിടെ ഓഫീസിലൂടെ അവരെ വിളിച്ച് പറഞ്ഞ് അവർ ഓർഡർ ചെയ്ത് കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും സാധനം റെഡിയായി. അങ്ങനെ അത് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ തെർമോകോളിൻ്റെ ബോക്സിലുള്ളതാണ് ഇവിടുന്ന് കയറ്റാനുള്ളത്. ഇവിടുന്ന് ഒരു 14-15 ബോക്സ് അതുപോലത്തെ കയറ്റിയിട്ടുണ്ട്. അത് കയറ്റിയെല്ലാം കഴിഞ്ഞ് ഇവിടുത്തെയും കഴിഞ്ഞു. ഇനി നമുക്ക് എവിടുന്നും ലോഡ് കയറ്റാനില്ല. ഇനി ഡയറക്റ്റ് നേരെ ഏറ്റുമാനൂരാണ്. തിരിച്ചു പോകുമ്പോൾ ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓണർ മരണപ്പെട്ട ബിൽഡിങ്. അത് കഴിഞ്ഞ് നേരെ പോവുകയാണ്. ഇനി നമുക്ക് നേരെ മരട് ബ്രിഡ്ജിൻ്റെ താഴത്തേക്ക് ഇറങ്ങി വേണം കോട്ടയം ഏറ്റുമാനൂർ ഭാഗങ്ങളിലോട്ടൊക്കെ പോകാൻ. ഇത് മരട് ബ്രിഡ്ജിൻ്റെ സൈഡിലൂടെ താഴത്തോട്ട് ഇറങ്ങുന്ന വഴിയാണ്. ഇതുവഴി ഇറങ്ങി പാലത്തിൻ്റെ താഴോടെ റൈറ്റിലോട്ട് തിരിഞ്ഞിട്ട് വേണം നമുക്കിനി ഏറ്റുമാനൂരിലോട്ട് പോകാൻ. ഇത് ആ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലാലേട്ടനവരൊക്കെ താമസിക്കുന്ന ഹോട്ടൽ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പാലത്തിൻ്റെ താഴോടെ അങ്ങോട്ട് റൈറ്റിലോട്ട് തിരിയണം. ഇത് റൈറ്റിലോട്ട് തിരിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് വേറൊരു കാഴ്ച കണ്ടത്. മറ്റൊന്നുമല്ല, നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു ഇവിടെ. ഒരുപാട് സമയം ഇവിടെ നിൽക്കേണ്ടി വന്നു. ആ തല വരെ ബ്ലോക്കായിരുന്നു. എന്തായതാണെന്ന് അറിഞ്ഞൂടാ. മുമ്പിൽ ചെറിയൊരു T ജംഗ്ഷൻ ഉണ്ട്, അതിൻ്റെ ബ്ലോക്കായിരുന്നു തോന്നുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ സൈറ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് സാധനങ്ങളെല്ലാം അൺലോഡ് ചെയ്യാനുള്ളത്. ഇങ്ങോട്ടേക്കാണ് ഇപ്പോൾ ലോഡെല്ലാം കയറ്റി വന്നത്. ഇവിടെ നല്ല കളക്ഷനൊക്കെ ഉണ്ട്. ഞാൻ ഒന്ന് ഫുള്ളും നടന്ന് നോക്കി. നല്ല അടിപൊളി മോഡൽ, വെറൈറ്റി മോഡൽ ടൈൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ 2 ഭായിമാർ ലോഡ് ഇറക്കാൻ വന്നിട്ടുണ്ട്. അവർ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ ലോഡ് ഇറക്കുന്ന സമയത്ത് ഞാൻ അതിൻ്റെ അകത്തൂടെ ഒക്കെ നടന്ന് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് ബില്ലും കാര്യങ്ങളൊക്കെ ഓഫീസിൽ കൊണ്ടുകൊടുത്ത് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആ സമയം കൊണ്ട് ഞങ്ങളെല്ലാം ക്ലിയർ ആക്കി. അത് കഴിഞ്ഞ് പുറത്തോട്ട് വന്ന് വണ്ടിയുടെ അടുത്ത് വന്ന് നോക്കുമ്പോൾ ഭായിമാർ ഇത് പകുതി ഇറക്കി കഴിഞ്ഞിരുന്നു. ബാക്കി പകുതി കൂടി ഇറക്കാനുണ്ട്. അപ്പോൾ അത് അവർ ഇറക്കുന്നത് നോക്കി ഇങ്ങനെ നിന്ന് പെട്ടെന്ന് അവർ ഇറക്കി തന്നു. പെട്ടെന്ന് ഇറക്കി തന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി ബൈ ബൈ.